റോഡിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ള പുള്ളിക്കൊരു വിഷയമേ അല്ല. പുള്ളി ഒരു സ്പീഡ് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ റോഡുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ആ സ്പീഡിൽ വണ്ടി അങ്ങ് ഓടിക്കൊണ്ടേയിരിക്കും. അതല്ലാതെ കുഴി വരുമ്പോൾ സ്പീഡ് കുറയ്ക്കുക, അല്ലെങ്കിൽ നല്ല റോഡ് വരുമ്പോൾ സ്പീഡ് കിട്ടുക, ഇതൊന്നുമില്ല. പുള്ളിക്കൊരു നിശ്ചിത സ്പീഡുണ്ട്. ആ സ്പീഡിൽ വണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ബാക്കി നമ്മൾ വേണം അഡ്ജസ്റ്റ് ചെയ്ത് അകത്തിരിക്കാൻ. കുഴി ഉണ്ടോയെന്നൊക്കെ വഴിയിലേക്ക് മുമ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കണം. വലിയ കുഴികളിലേക്ക് ഗർത്തത്തിലേക്ക് ചാടാൻ പോകുന്നെങ്കിൽ നമ്മൾ വയ്യൊന്ന് പൊങ്ങി പിടിച്ച് നിന്നോണം, വായുവിൽ നിൽക്കണം കുറച്ച് നേരം. കുഴി ചാടിക്കഴിഞ്ഞിട്ട് സീറ്റിൽ ഇരിക്കാവുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സക്രിയാസിൻ്റെ ഒരു ഡ്രൈവിംഗ് ശീലം മനസ്സിലായി. ആദ്യമൊക്കെ പുറകിലിരിക്കുന്നവരാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ യാതന അനുഭവിക്കുന്നത്. പുറകിൽ നിന്ന് പല ശബ്ദങ്ങളും അപശബ്ദങ്ങളും ഒക്കെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ശീലമായി. അതോടെ പിന്നെ ശബ്ദവും നിന്നു. അങ്ങനെ ഞങ്ങൾ ഓടി വീണ്ടും ഈ റിഫ്റ്റ് വാലിയിൽ നിന്ന് മുകളിലേക്ക് കയറണം. ഈ 50 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മുകളിലേക്ക് കയറണം. നമ്മൾ ലോവർ ക്യാമ്പിൽ നിന്ന് കുമളിയിലേക്ക് കയറി വരുന്നത് പോലെ കയറ്റം കയറി നമ്മൾ വീണ്ടും ഈ ഭൂമിനിരപ്പിലേക്ക്